Audience. എന്തൊരു ഇടല്ലേ ഇത് വായി വെച്ച് കഴിക്കണ്ട ഇല്ല ചേട്ടൻ ഇത് ഇത് നോക്കി പിടിപ്പിക്കുന്ന ഞാൻ പറഞ്ഞ വേണ്ടാന്ന് ഇഡലി കൊള്ളത്തില്ല അതൊന്ന് പറഞ്ഞതേ ഉള്ളൂ അപ്പോഴത്തേനും അങ്ങ് എടുത്തോണ്ട് പോവാൻ പിന്നെ ആരും മോൻ പറഞ്ഞു കേട്ടില്ലേ വിളിച്ചത് കേട്ടല്ല തക്കടു വലിയ ആൾക്കാരെ പേര് പറഞ്ഞു വിളിക്കരുത് കേട്ടാ റൊണാൾഡോ അങ്കിൾ അങ്ങനെ വിളിക്കണേ നിങ്ങളുടെ മുമ്പിൽ വെച്ചുള്ളൂ റൊണാൾഡോ അങ്കിൾ വെളി വെച്ച് ഈ കുറിപ്പ് എന്നെ എന്തൊക്കെയാ പറയുന്നറിയോ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു എന്റെ കൊച്ചിനെ പറഞ്ഞിട്ടുണ്ടെങ്കിലല്ലോ മുളക് എടുത്ത് ഞാൻ ഉടച്ച് കണ്ണി തേക്കും അല്ലടാ കൊച്ചു പറയുന്നതിന് കൊച്ചിന് മുളക് ഉടച്ച് കണ്ണി തേക്കണ്ടേ കൊച്ചിന് പോലും മനസ്സിലായി നിന്റെ പ്രവൃത്തി ഒന്നും അല്ല മക്കൾ അങ്ങനെ വിളിക്കരുത് കേട്ടോ നീ കൂട്ടുകൂടാ ഞാൻ വന്നേര് കേട്ടോ കടയിൽ പോകുമ്പോ എല്ലാവരുടെ കണ്ടു എന്ന് പറഞ്ഞ് വന്നേര് തക്കടു ഫുഡ് കഴിക്കുമ്പോ സംസാരിക്കുന്നത് ബാഡ് ഹാബിറ്റ് ആണ് കേട്ടോ ഫുഡ് കഴിക്കുമ്പോഴേ ഫോണും കാണാൻ പാടില്ല വിത്ത് ഗുണം 10 ഗുണം മുള്ളിന്റെ കൂട്ടിൽ മുള്ളേ കുരുക്കുള്ളൂ നല്ല സമയത്താണല്ലോ അവൻ എക്കടോ ഇതെന്താന്ന് പറഞ്ഞ എന്താ ഇതെന്താന്ന് പറ കേക്ക് നിനക്ക് തിന്നാനുള്ളതാ എന്താണ് അറിഞ്ഞൂടാ ഇത് കേക്കല്ലോ കുപ്പിയാ പട്ടാളം മേടിച്ചോണ്ട് പോയിച്ചോണ്ട് വന്നയാ ചുമ്മാ അലുവാക്കുതി അലുവ കിട്ടിയല്ലോ എനിക്ക് പൊട്ടിച്ചേരോ പൊട്ടിച്ചൊക്കെ തരാം ആദ്യം ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് അവിടെ ആരും കാണാനില്ല അത് തുറന്നിട്ടിട്ട് അവരവിടെ ഉദ്യോഗസ്ഥൻ ജോലിക്ക് പോയി കണ്ടില്ലല്ലോ അവിടെ ഉണ്ടായിരുന്നല്ലോ ഇതും കൂടി തിന്നാ മതി ഇങ്ങനത്തെ മാക്സി മേടിച്ചു കൊടുക്കാന്നാ നീ പറഞ്ഞു ഗിരിച്ചക്ക് അമ്മായിക്ക് വേണോന്ന് പറഞ്ഞായിരുന്നു പിന്നെ ഇങ്ങനെ ഓരോരോ സാധനങ്ങൾ വേണം പറഞ്ഞു മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിട്ട് ഇതാ അവൾ 1000 റുപ്യ തന്നിട്ടുണ്ട് മാക്സി ഒരെണ്ണം മേടിച്ചു കൊടുക്കാൻ പറഞ്ഞു ഇപ്പൊ സ്വന്തം ഭാര്യക്കല്ലേ വേറെ ആർക്കും അല്ലല്ലോ 1000 രൂപയ്ക്ക് അതിന് ഒരു നൈറ്റി അല്ല 3-4 കിട്ടും അതെ എന്നാ ബാക്കി പൈസ ഞാൻ അമ്മായിനെ വിളിച്ചോളാം ശരി അതെ അലുവ മുറിച്ച് കൊണ്ടുവരും അലുവ സാമ്പാർ നല്ല കോമ്പിനേഷനാ ഇന്നലെ ഒരു യൂട്യൂബ് ചാനലിൽ കണ്ടു കുഞ്ഞിന് വേണ ഇപ്പൊ അലുവ ഞാനെന്നാ അവിടെ കയറിട്ടാണ് പോട്ടുന്ന അലുവ കഴിച്ചിട്ട് പോ, ഞാൻ കൈ കഴുകി അല്ലല്ല എനിക്ക് അലുവൊന്നും വേണ്ട അങ്ങ് ഞാൻ ഇറങ്ങണേ പോണ വഴിക്ക് ലില്ലിനെ കണ്ടില്ലെങ്കിലേ ഞാനവിടെ പോകും നീ പറഞ്ഞാൽ മതി ഞാൻ വന്നു 2 ദിവസമായി ചീരത്തോടത്ത് പോയിട്ട് എവിടായിരുന്നു കോഴിക്കോടായിരുന്നടാ എന്ത് വിശേഷം എന്റെ വീടിന്റെ അപ്പുറത്തുള്ള ജാഫറില്ലേ അവന്റെ ഭാര്യയുടെ അനിയത്ര കല്യാണം ഇവിടെ വന്ന് നല്ല പരിചയമാണ് അപ്പൊ വിളിച്ചപ്പോ അവിടെ പോയത് വിളിച്ചില്ലല്ലോ അപ്പൊ എന്റെ പരിചയക്കാരൻ മുഴുവൻ എന്നെ വിളിക്കണമെന്നുണ്ട് എന്നാലും നമ്മളൊക്കെ പരിചയക്കാരല്ലേ കോഴിക്കോടൊക്കെ പോയി വരായിരുന്നു പോയിട്ട് വരാട്ടാ ഇതൊരു വർഷം കഴിച്ചിട്ട് വേണ്ട വേണ്ട എനിക്ക് മധുരം പറ്റില്ലല്ലോ അവനെ സാമ്പാർ ഒഴിച്ചു കൊടുക്ക് ഞാൻ വരുന്നുണ്ട് അങ്ങോട്ട് ചീരത്തോട്ടത്തിലോട്ട് എന്തിന് കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് എന്ത് കാര്യം ഹോൾസെയിൽ ചീര അവൻ അവിടെ നിന്ന് ഇങ്ങനെ നിന്ന് കടിച്ച് തിന്നണം പച്ചയ്ക്ക് അതിന് പോവാ അടിച്ചു തിന്നാനല്ല ഹോൾസെയിൽ എടുത്ത് റോഡ് സൈഡ് ടാർപ്പ് വിരിച്ചിട്ട് അവിടെ കൊണ്ട് കച്ചവടം ചെയ്യും പിന്നെ ഇനി അതിന്റെ കുറവേ ഉള്ളൂ ഒരു വർഷാപ്പുള്ളതിനെ പോയി മര്യാദയ്ക്ക് അത് പണിയെടുക്കാൻ നോക്കണം വരുന്നുണ്ടല്ലോ കൊച്ചിന് കൊടുക്കും കുഞ്ഞുങ്ങൾക്ക് ആദ്യം എന്നാ അതെ എന്റെ കുഞ്ഞിന് ആദ്യം കൊടുക്കട്ടെ ഇത് കുറച്ച് മതി തരാം അല്ലേ പൊളിയല്ലേ പൊളി മുഴുവൻ കഴിച്ചോ കൊള്ളൂലല്ലടാ അടിപൊളി അയ്യോ അയ്യോ ഇതെങ്കിലും കൊള്ളാന്ന് പറഞ്ഞു അയ്യോ എന്റെ പൊന്നേ പക്ഷെ ഇനി തരില്ല കൊള്ളാങ്കിലും ഇത്രേ ഉള്ളൂ കൊച്ചിന് കഴിക്കണം മുറിച്ചെടുത്ത് പുറത്ത് നീ ഇതങ്ങോട്ട് കൊണ്ടുപോയി കൊച്ചിന് അവന് എടുത്തു കൊടുക്കാം അല്ലെങ്കിൽ അത് അവിടെ ഇരുന്നാൽ ശരിയാവൂല കൊണ്ടുവച്ചോളാം കുഞ്ഞിന് ഇനി വേണോ പിന്നെ കഴിക്കാം ഒന്നേതാ അതിന്റെ മുഖരിക്കണുണ്ട് അയ്യോ ഇതൊക്കെ അവന്റെ നമ്പറാണ് ഇവന് ബ്ലഡ് ഒക്കെ ചെക്ക് ചെയ്യാൻ കൊണ്ടുപോട്ടോ എന്തൊക്കെയായിരിക്കും അവസ്ഥ എന്ന് ഒടേ തമ്പരാൻ അറിയാം കറുത്ത അലുവ വന്നിട്ട് ആരും ഇതുവരെ ചത്ത ചരിത്രം കേട്ടിട്ടില്ല ഞാനൊന്നും പറഞ്ഞില്ലേ നല്ല കോമ്പിനേഷൻ കഴിക്ക് എങ്ങനെയുണ്ട് അല്ല നല്ല ഉഗ്രൻ അല്ലേ എന്താ അലുവയും സാമ്പാറും കൂടെ ഒരാൾ കഴിക്കണ കാണണമെങ്കിൽ വാ കഴിക്ക് നല്ലതാ ബാക്കി വെക്കരുത് ഫുള്ള് കഴിച്ചോണം നല്ലതാ പോലെ നല്ലതാ അല്ല എനിക്ക് സാമ്പാർ കഴിച്ച് കഴിക്കണ്ട എനിക്ക് ഇങ്ങനെ കഴിച്ചാൽ മതി എൻ്റെ കുഞ്ഞിന് അങ്ങനെ വേണ്ട അവനത് കഴിച്ചോളും കഴിച്ചോ ബാക്കി വെക്കാൻ ഫുള്ള് കഴിയണം അത് കഴിക്കുമല്ലേ അത് ഇന്ന്
ഇന്ന് ശനിയാ ഞായറാ? ഉം. ഇന്ന് ഞായറല്ലേ? ഞായർ വൈകിട്ട് നമുക്ക് ഇവിടെ വെട്ടുകാട് പള്ളിയിൽ പോയാലോ? അത് നല്ലൊരു ഐഡിയ. അതാകുമ്പോ കടപ്പുറത്ത് പോയി ഉപ്പുപ്പള്ളിയൊക്കെ തിന്ന് ഐസ്ക്രീം തിന്ന് പുറത്തുനിന്ന് ഫുഡും കഴിച്ചിട്ട് തിരമാലയൊക്കെ ഉണ്ട്, വേറെ വൈബായിരിക്കും. അതല്ലല്ലേ ഇപ്പൊ ലില്ലി കൊടുങ്ങാവളെ പോയിരിക്കല്ലേ പിള്ളേരെ കൊണ്ടുവരാനായിട്ട്. മക്കളിലാടെ വരട്ടെ, എന്നിട്ട് നമുക്ക് വേറൊരു ദിവസം പോവാം. ആ ചേച്ചിമാർക്ക് വരട്ടെ എന്നിട്ട് പോവാ. അതാണ് വൈബ്. അല്ലേ ഞാനൊന്ന് ചോദിച്ചോട്ടെ, അവർക്ക് ഇവിടെ വന്ന് അങ്ങോട്ട് വിളിച്ചോണ്ട് പോകാൻ തിരിച്ചു നോക്കാൻ ഇനി വേറെ ആള് പോണോ കൊണ്ടാക്കാൻ? അമ്മ ഇപ്പൊ അവൾ അങ്ങോട്ട് പോയിട്ട് ഇപ്പൊ എന്താ കുഴപ്പം? നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. നഷ്ടമില്ലേ? സമയം നഷ്ടമല്ലേ ഒരാളുടെ? എന്തോന്നിട്ട് പോടാ. പിന്നെ അല്ലാതെ ഇതിപ്പോ തീരുമാനം പറ, പോന്നോ ഇല്ലയോ? പറഞ്ഞ എന്താണ് നിന്റെ തീരുമാനം? ഞങ്ങൾ എല്ലാവരും കൂടെ വൈകിട്ട് വെട്ടുകാട് പള്ളി പോണതിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞോണ്ട് ഇങ്ങനെ പോണോ പോണ്ടേ? പുറത്ത് പോയി കടല ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ട് നല്ല വൈബായിരിക്കും. ഇത് നോക്കണത് അഭിപ്രായം എന്തായാലും ഉണ്ടായി പറ. എന്താടി അടുക്കളയിൽ വെച്ച് അമ്മാവൻ കൊണ്ടുവന്ന അലുവയും പൈസ എന്ത്? അലുവയും പൈസ എന്തേന്ന് ഇപ്പൊ കുറച്ചും കൊണ്ടുവന്നില്ലേ, അതെന്തേ എടുത്താ? എന്റെ തങ്കം, എനിക്ക് നിന്റെ അലുവയും വേണ്ട ഉലുവയും വേണ്ട. ഞാൻ അതൊരു അലുവ കാണാൻ മാത്രമല്ല, എനിക്ക് അലുവ ഇഷ്ടമില്ല, നിനക്കറിയാലോ. അലുവയുടെ കാര്യമല്ല ചോദിച്ചത്, പൈസ എടുത്തോന്ന്. അയ്യോ അതാണ് രണ്ടും പറഞ്ഞത്. അതിന്റെ കൂടെ ഉള്ള പൈസയുടെ കാര്യം കൂടെ തന്നെയാണ് പറയണത്. എനിക്ക് എന്തിനാണ് അലുവയും പൈസ എന്ന് ഞാൻ എടുത്തില്ല. നീ വെച്ചെടുത്ത് നോക്ക്. നീ എടുത്തോടെ അലുവയും പൈസയും? എനിക്കെന്തിനാ ചേട്ടത്തി പൈസ? ആ പൈസ കാശുകൊണ്ട് അങ്ങോട്ട് ചോദിക്കത്തില്ലേ? അലുവ എടുത്തോ? ഞാൻ അലുവ എടുത്തിട്ടില്ല, പൈസ എടുത്തിട്ടില്ല. ശരി, രണ്ടുപേരും എടുത്തിട്ടില്ലല്ലോ? ഇല്ല. അതല്ലേ മലയാളത്തിൽ പറഞ്ഞത്. എടുത്തിട്ടില്ലല്ലോ, അപ്പൊ പിന്നെ അത് എവിടെ പോയി? ആവിയായിട്ട് പോയോ? അല്ല, ഇവർ രണ്ടുപേരും ഇങ്ങനെ പറയുന്ന സ്ഥിതിക്ക് മധുരമുള്ളതല്ലേ അലുവ, ചിലപ്പോ എലി എടുത്തോണ്ട് പോയതാ. ആയിരിക്കും, എലി എടുത്തിട്ടുണ്ടാവും. പിന്നെ അപ്പൊ പൈസയോ അലുവയുടെ കൂടെ പൈസയോ എനിക്കെന്താ കടയിൽ പോവാനോ? എടി തങ്കം, അത് എലി അലുവ എടുക്കാൻ വന്ന സമയത്ത് ആലുവയെ കടിച്ച സമയം ആരോ നടന്നു വന്ന ശബ്ദം കേട്ടപ്പോൾ പെട്ടെന്ന് വെപ്രാളത്തിലൂടെയോ പൈസ എടുത്തോണ്ട് പോയിട്ടുണ്ട്. സംഭവിച്ചത്. മനുഷ്യൻ ഈ വെപ്രാളത്തിൽ ഇങ്ങനെ പോണ കൊറേ കഷ്ടമാണ്. നീ ഒന്നുകൂടെ പോയി നോക്കടി. ഞാൻ എല്ലായിടത്തും നോക്കിയതാന്നേ. നീ നേരെ ഒന്ന് നോക്ക്. മക്കൾ ഒരു കാര്യം ചെയ്യും, അവിടെ പോയി ഒന്നുകൂടെ ഒന്ന് എല്ലായിടത്തും ഒന്ന് അരിച്ചു പറക്കി നോക്കിയാണ്, ചിലപ്പോ കാണും. ചെല്ലടി, അവിടെ പോയി നോക്കിട്ട് വാ. ഞാൻ അവിടെ മുഴുവൻ നോക്കിയതാന്നേ. എന്റെ തങ്കം ഒന്നുകൂടെ പോയി നോക്ക് തങ്കം, നഷ്ടമൊന്നും ഇല്ലല്ലേ. പോയി നോക്ക്. നീ സത്യം പറ, നീ എടുത്താ ഏടാ പെണ്ണിനായിട്ട് വേഷം? അതൊക്കെ ശരി, അമ്മ, പെണ്ണായ ഈ ഇവളുണ്ടല്ലോ അമ്മ, ഇത് തന്നെയാണ് എപ്പോഴും. ഒന്നും ശ്രദ്ധിക്കുകയില്ല, നോക്കുകയില്ല, കൊണ്ട് വെച്ചടോ ഇല്ല, ഓർമ്മയില്ല, എന്നിട്ട് നമ്മളെ കുറ്റപ്പെടുത്തുന്നു എപ്പോഴും. എനിക്ക് ഞാൻ അതിന് സഹിക്കണേ. തലയ്ക്ക് ഒരു വെളിവും ഇല്ല, ആകെ അത് കിടന്ന് ഓടി പെരളുവാ. അതാ നിസ്സാരം 1000 രൂപയേ ഉള്ളൂ, പക്ഷെ അതിന് ഈ കിടന്ന് ഇത് സൂക്ഷിച്ചു വെക്കണ്ടേ. അമ്മേ എന്ത് ചെയ്യുന്നു? അമ്മയല്ലേ പറഞ്ഞത് പോയി നോക്കാൻ, കിട്ടിയില്ല പൈസ. അല്ലടി, നീ എല്ലായിടത്തും നോക്കിയായിരുന്നാ? പിന്നെ എല്ലായിടത്തും നോക്കിയില്ലേ? ഓ, നീ നോക്കി കാണത്തില്ല. എന്ത് ദൈവമേ, എവിടെ കൊണ്ടുപോയി കളഞ്ഞോ പൈസ? എലി അങ്ങനെ എടുത്തോണ്ട് പോവോ? എടി എടുത്തോണ്ട് പോവും. അലുവയുടെ പുറത്തല്ലായിരുന്ന ഈ പൈസ വെച്ചിരുന്നത്, അത് തിന്നാൻ വേണ്ടി എടുത്തോണ്ട് പോയി പൈസയും കൂടെ പോയി കാണും. അതാ. ഓ, അത് വല്ലാത്ത ചതിയായിപ്പോയി. നീ ഞാൻ 1000 രൂപ ഇടണ്ടേ അമ്മാവന് പോയതിനായി? ഞാൻ അമ്മാവനോട് പറയും കാണാനില്ല എന്ന് പറയും. അമ്മാവൻ നൈറ്റ് മേടിക്കാൻ തന്ന പൈസയാ. ഇവ പോയത് പോയി. അത് ഇതല്ലേ അമ്മ ഞാൻ കഴിഞ്ഞ ഓണത്തിന് മേടിച്ചു തന്നത്? അല്ല, അതല്ല, അതല്ല, ഇതാണ്. അല്ല, അതല്ല, ഇതാണ് ഞാൻ മേടിച്ചു തന്നത്. പോടുന്നു. എന്റെ ദൈവമേ, 2 വർഷത്തിന് മുമ്പ് എനിക്ക് ഗിരിരാജ വാങ്ങിച്ചു തന്ന സെറ്റാണ് ഇത്. അയ്യോ, ഇത് ഞാൻ മേടിച്ചു തന്നത്. നീ വാങ്ങിച്ചു തന്നത് വേണ്ട, ഞാൻ അതെടുത്ത് നോക്കി. ഇതാണ് നീ എനിക്ക് വാങ്ങിച്ചു തന്നെ. എന്റെ ബ്ലൗസ് കാണുന്നില്ലടി. അതെന്റെ ബ്ലൗസ് എവിടെ പോയി? ഇനി വല്ല കഴുകിയിട്ടപ്പോഴത്തേക്ക് പറന്ന കാണും പോയാന്നൊരു അല്ല, ഒരു ബ്ലൗസിന്റെ തുണി വാങ്ങിച്ചാൽ മതി, തയ്ക്കണം. എനിക്കിത് വലിയ ഇഷ്ടപ്പെട്ടതായിരുന്നു. ഞാനോർത്ത് ഇതാ ഞാൻ മേടിച്ചു തന്നത്. ഇതാണ് കണ്ട, ആ ഇരിക്കുന്നതാണ് എനിക്ക് കനക വാങ്ങിച്ചു തന്നത്. ഇത് നീ വാങ്ങിച്ചു തന്നത് വെച്ചേക്കട്ടെ. ഓ, ഇപ്പൊ 2 വർഷമായിട്ട് ഗിരിരാജ എനിക്കൊന്നും വാങ്ങിച്ചു തരാറില്ല. അമ്മയ്ക്ക് ഇഷ്ടം പോലെ തുണിയില്ല, അമ്മയ്ക്ക് തുണിയില്ലാതിരിക്കുമല്ലോ. അല്ലാതെ ഉണ്ട്, ധാരാളം ഉണ്ട്. എനിക്ക് പെട്ടി നിറച്ചിരിപ്പുണ്ട്, വേറെ ഇരിപ്പുണ്ട്. അല്ല, എന്നാലും കൂടപ്പിറവികൾ വാങ്ങിച്ചു തരുന്നതിനൊരു പ്രത്യേകതയില്ലേടി. പോട്ടെ, ഇനിയിപ്പോൾ അതൊന്നും നടക്കത്തില്ല. എങ്ങനെ വാങ്ങിച്ചു തരാൻ? ബാമ്പേക്കാരി എലി വന്നിരിക്കുന്നു. ആരമ്മായിയാ? നല്ലതാര്? പിന്നെ അമ്മായിക്ക് എന്താ അമ്മയ്ക്ക് മേടിച്ചു തരുന്നതിന്? ഇതാവട്ടെ, ഒന്നുമില്ല. അങ്ങനെ വാങ്ങിച്ചു തരാനൊന്നും തോന്നത്തില്ല. ചില്ലറക്കാരിയൊന്നുമല്ല, എല്ലാവരും ഒപ്പമൊക്കെ തന്നെ. എന്റെ ദൈവം, അമ്മായി ഇത് പറഞ്ഞിട്ടൊന്നുമല്ല. അത് അമ്മാവിന് നാളെ ഇവിടെ നിന്ന് പറഞ്ഞു കേട്ടല്ലോ, ചീര കഴിഞ്ഞ പ്രാവശ്യം
മറ്റേ തമിഴന് കൊടുത്തപ്പോ അത് ഭയങ്കര നഷ്ടം വന്നെന്നൊക്കെ പറഞ്ഞായിരുന്നു. അതുകൊണ്ടാണ് അമ്മാവൻ മേടിച്ചത്. എന്തെങ്കിലും ആയിട്ട് വാങ്ങിച്ചു തരണ്ട, അല്ലെങ്കിൽ എനിക്ക് ആവശ്യത്തിനുണ്ടല്ലോ. അമ്മ എന്തെങ്കിലും മേടിച്ചു കൊടുക്കാറുണ്ടോ? പിന്നെ ഇതിനങ്ങനെ പറഞ്ഞത് ഞാൻ വാങ്ങിച്ചു കൊടുക്കണോ? ഞാൻ തന്നെ വാങ്ങിച്ചു കൊടുത്ത് എല്ലാരെയും വളർത്തി ഈ നിലയിലാക്കിയത്. എന്റെ പൊന്നെ, ഞാൻ വെറുതെ പറഞ്ഞതാ. അപ്പൊ എന്നാലും എന്റെ 1000 രൂപ എവിടെ പോയമ്മേ? അത് തുടങ്ങി എടി, അത് എവിടെയെങ്കിലും കാണും, എപ്പോഴെങ്കിലും ഞാൻ അലുവ എടുത്തോണ്ട് പോയി, ശരി സമ്മതിച്ച്. അലുവ എടുത്തോണ്ട് പോയി, എലി തിന്നാൻ കൊണ്ട് കൊണ്ടായിരിക്കും. 1000 രൂപ എലിക്ക് എന്തിനാ? എടി, അത് ഈ ഇതിന്റെ കൂട്ടത്തിൽ എങ്ങാണ്ടാ നക്കി തെറിച്ചവർക്ക് എങ്ങാണ്ടാ പോയി കാണുമായിരിക്കും. അത് ഇല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും കാണും. അവിടെ എങ്ങുമില്ല. ഇല്ലെങ്കിൽ നീയിപ്പൊ പോട്ട്, ഞാനിപ്പോ എന്തേനായിരുന്നു. എന്ത് വെട്ടിങ് കടക്കൊക്കെ എടുത്ത് എവിടെ പോണ്? എന്റെ കിളവൻ ജംഗ്ഷനിൽ ഒന്ന് കാത്തു വെക്കുന്നത്, എന്റെ അടുത്ത് പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഞങ്ങളോട് വരാം സാക്ഷിയായിട്ട്. ആരും വരണ്ട, കയറി അവിടത്തേക്ക് പോവാൻ. അതെ, ഒരു കാര്യം ഞാൻ പറയാം. പുതിയ ആളെയൊക്കെ റെഡിയാക്കിയത് ശരി, ഇപ്രാവശ്യമെങ്കിലും മുടിയുള്ള ഒരാളെ നോക്കിയെടുക്കണം. അയ്യതേ, ഞാൻ പഴയ ആളിൻ്റെ കൂടെ തന്നെ പോണത്, അല്ലാതെ പുതിയ ആളിൻ്റെ കൂടെ ഒന്നും അല്ല. അദ്ദേഹം വന്ന് വിളിച്ചാൽ ഏത് ലോകത്തും എനിക്ക് ഒറ്റയ്ക്ക് വരാം. ആരെയും സാക്ഷിയൊന്നും വേണ്ട. അല്ല, ഒപ്പിടണ്ട. വേണ്ട വേണ്ട വേണ്ട. അല്ലമ്മ, അവക്ക് പറഞ്ഞു കൊടുക്കാത്തത് അച്ഛന് പണ്ട് നല്ല മുടിയല്ലായിരുന്നോ? പിന്നീട് അങ്ങ് പൊഴിഞ്ഞു പോയതല്ലേ? അത് എല്ലാവർക്കും അങ്ങനെ തന്നെ. ഒരു പ്രായം കഴിയുമ്പോ മുടിയൊക്കെ. എന്റെ ഓർമ്മയിൽ അച്ഛനെ മുടിയില്ല. നിനക്ക് ഓർമ്മയില്ലാത്ത എന്ത് ചെയ്യാനാ? എന്റെ മുടി ഇതാ കാണുമായിരുന്ന? പിന്നല്ല, അമ്മക്കാണ്ട് ഇവിടം വരെ ആയിരുന്നു മുടി. അല്ല, ഇന്ന് എവിടെ വരെ ഉണ്ടായിരുന്നു? എവിടെ വരെ ഉണ്ടായിരുന്നു? സത്യം പറ. ഇടക്കിടക്ക് ഇവിടെ നല്ല കൊല മുടിയായിരുന്നു. എന്നിട്ട് എങ്ങനെ പൊഴിഞ്ഞു പോയത്? അതങ്ങനെ സാധാരണ അങ്ങനെ പൊഴിയും, ഒരു പ്രായം കഴിയും. എന്നിട്ട് മോക്ക് അത്രയും മുടി കിട്ടിയില്ലല്ലോ. അയ്യോ, അവർക്ക് എന്തെങ്കിലും പറയുമ്പോ എന്നെ ഉടനെ അതിനകത്തോട്ട് എല്ലാത്തിനും എന്റെ മുതുകത്തോട്ട് സാരമില്ല. എടി, മറ്റേ അലുവയും 50,000 കിട്ടിയ? ഇപ്പൊ ഞാൻ അമ്മേനോട് പറഞ്ഞോണ്ടിരിക്കുന്നു, അത് കിട്ടിയില്ലടാ. എന്റെ മുമ്പിൽ കൂടി വന്നിട്ട് ആവിയായിട്ട് എങ്ങാണ്ടോട്ടും പോയി. എന്തൊരു കഷ്ടമാന്ന് നോക്കണേ. ഞാനൊരു കാര്യം പറയട്ടെ, സത്യം പറഞ്ഞ അമ്മ, ഇത് എലിയൊന്നും അല്ല, ഇത് മനുഷ്യൻ എലിയാണ്. എനിക്ക് അന്നേരം മുതൽ സംശയമുണ്ട് കനക. അതാണ് ഞാൻ ഇവിടെ വന്ന് ചോദിച്ചത്. അപ്പൊ ഇവരാരും സമ്മതിച്ചില്ല. അമ്മേനോട് ചോദിച്ചാൽ അമ്മ പറഞ്ഞു അത് എലി കൊണ്ടായിരിക്കും, അത് എലി കൊണ്ടായിരിക്കും. എലി എങ്ങനെ അലുവ എടുത്തുണ്ടോ, പൈസ എടുത്തുണ്ടോ പോടാ? ഈ അലുവ തിന്നാൻ വേണ്ടി അത് എടുത്തോണ്ട് പോയപ്പോ ആ നോട്ട് അതീ പറ്റിയിരുന്നു. പിന്നെ അത് എന്നാ പിന്നെ അല്ല, ഞാൻ എടുത്താ ആരെടുത്ത് അവിടെ എടുക്കാൻ വരാ? ആരിരിക്കുന്ന അവിടെ എടുക്കാൻ വരാ? ആവശ്യമില്ലാതെ ആരെങ്കിലും ഒന്ന് സംശയിക്കരുത്, കണ്ടിട്ടേ പറയാവൂ. കുന്നും മേലൊരു ചുവരുണ്ടെങ്കിൽ കുഞ്ഞിനു തീറ്റ കൊടുക്കും ഞാൻ. റൊണാൾഡേ, അലുവയൊക്കെ തിന്ന് തീർത്താ? ഏതലുവ? എന്തലുവ? എവിടുത്തെ അലുവ? കൊച്ചു കള്ള, ഞാൻ എല്ലാം കണ്ട്. കണ്ടത് മനസ്സിൽ വെച്ചാൽ മതി. ഇപ്പൊ തൽക്കാലം ആരോടും പറയണ്ട. പക്ഷേ ഞാൻ ആരോടും പറയാതിരിക്കുക. പക്ഷെ നീ ഷാർജ വാങ്ങിച്ചേർ. ഈ ശരീരത്തില് ഈയിടെ അത് പോടേറക്കാൻ വേണമെങ്കിൽ നീ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാമെന്ന്. എത്ര ഷാർജ വേണം? ഇപ്പൊ എനിക്കൊന്നും മതി, പിന്നെ ഞാൻ ബാക്കി പറഞ്ഞോളാം. പിന്നെന്തോന്ന് ബാക്കി പറയാ? ഒറ്റ ഷാർജ മതി, അത് മതി. എത്ര ഷാർജ, എത്ര ഫ്ലേവർ, എന്തൊക്കെ വേണം പറ. സ്ട്രോബെറി. ഞാൻ എന്തായാലും പുറത്തോട്ട് പോകുമ്പോൾ മേടിച്ചുതരാം. ഇപ്പം എനിക്കൊന്ന് ഇച്ചിരി ഫ്ലേവർ ഇറക്കാനുണ്ട്. ഓക്കെ, ആരോടും പറയരുത്. 50 രൂപയുടെ അലുവ മേടിച്ച് 500 രൂപയുടെ ഷാർജ. ഹായ് ഹായ്. ഇതിങ്ങനെ കളറടിച്ച് രാജാരവി വർമ്മ ആവോ? സൂപ്പർ സൂപ്പർ. പുറത്ത് പോകാതെ അടിക്കണം കേട്ടാ. ഡാഡി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണാവോ എന്റെ മകന് പറയാനുള്ളത്? എനിക്ക് ഒരു സെറ്റ് കളർ പെൻസിലുവേ, ഒരു കളർ ബുക്കും വേണം. ഇപ്പൊ കളർ ബുക്കല്ലേ ഇരിക്കുന്നത്, കളർ പെൻസിലല്ലേ ഈ ഇരിക്കുന്നത്. ഇത് അടിച്ച് തീരട്ടെ. എനിക്ക് താണ്ട് ഇതും കൂടെ വരയ്ക്കുള്ളൂ, അതോടെ തീരും. എന്നാലും ഡാഡിയുടെ കയ്യിലേ പൈസ ഇല്ല. നേരത്തെ അപ്പൂപ്പ അമ്മയ്ക്ക് കൊടുത്ത പൈസ ഇത്ര പെട്ടെന്ന് തീർന്ന? ഏത് പൈസ? ഏത് പൈസ? ഞാൻ എല്ലാം കണ്ട്. എന്നിട്ടൊന്നും അറിയാതെ വരല്ലേ.
എന്ത് കണ്ട് മക്കള്? ഏ? എന്ത് കണ്ട്? 1000 രൂപ അടിച്ചു മാറ്റിയത്. അതെ ഡാഡിയെ മക്കൾക്ക് 2 ബുക്കും മേടിച്ചു തരും, 2 ബോക്സ് കളർ വാങ്ങിച്ചു തരും. ആരടുത്തും പറയരുത്. അല്ല, ഒരു ഐസ്ക്രീമും കൂടെ. എടാ കത്തമ്മ വാഴ വെട്ടണം കേട്ടാ. നീ എൻ്റെ മോൻ തന്നടാ. ഐസ്ക്രീമും കൂടെ ഉള്ളൂ, ഇനി വേറെ ഒന്നും പറയരുത്. ആ പാട് 1000 കുടുംബേ ഉള്ളൂ കേട്ടോ. അല്ല, ഐസ്ക്രീം കഴിഞ്ഞിട്ടേ ഐസ്ക്രീം കഴിഞ്ഞിട്ട് ഒന്നുമില്ല. കളർ ബുക്ക്, പെൻസിൽ, ഐസ്ക്രീം അത്രേ ഉള്ളൂ. നമ്മൾ ഫിക്സ് കേട്ടോ. പറയല്ലേ വെറുതെ നോക്കിച്ചാ പോയി വാങ്ങിച്ചോണ്ട് വാ. ഇപ്പഴാ? പിന്നെ ഇപ്പൊ തന്നെ വേണോ? പറയല്ലേ കേട്ടോ. ആരെ പോയി വാങ്ങിച്ചോണ്ട് വാ. മാറ്റോട്ട് വരാടാ പൊന്നു മോനെ. എന്താ പറയാനുള്ളത്? എനിക്ക് ഒരു പരിഹാരം ഉണ്ടാകണം. പലഹാരോ? പലഹാരമല്ല, പരിഹാരം. പരിഹാരം? എന്ത് പരിഹാരം? അതെ, ഞാൻ ഒരു മോഷണം കണ്ട്. എന്നിട്ട്? പക്ഷെ അത് ആരോടും പറയാൻ പറ്റണില്ല. അത് പറ്റില്ല. നമ്മളൊരു കാര്യം കണ്ടെങ്കിൽ അത് സത്യമാണെന്നുണ്ടെങ്കിൽ അത് എല്ലാവരുടെ അടുത്തും പറയാനുള്ള ഒരു ധൈര്യം നമുക്ക് വേണം. അതിലെ മിടുക്കൻ കുട്ടികള്. ആ പിന്നെന്താ പറയാത്ത? എന്ത് മോഷണം? മാമന് അറിയാം. കിട്ടുന്നില്ല. നമ്മളെ വീട്ടിൽ നിന്നേ 1000 രൂപയും അലുവയും പോയില്ലേ, കളഞ്ഞു പോയില്ലേ? അത് എലിയൊന്നും അല്ല എടുത്തത്. 1000 രൂപ ഡാഡിയും അലുവ റൊണാൾഡ് മാമനും എടുത്ത്. അത് ശരി. എന്നിട്ട് എന്താ മക്കൾ അമ്മയോട് പറയാറുള്ളത്? അമ്മയോട് പറഞ്ഞാലേ ഡാഡിക്ക് വഴക്ക് കിട്ടും. എനിക്ക് ഡാഡിനെ ഭയങ്കര ഇഷ്ടമാ. ശരി, അപ്പൊ അതിനൊരു പരിഹാരമാണ് വേണ്ടത്. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഈ കാര്യം ഡാഡിയോട് റൊണാൾഡോയോട് പറയാം. എന്നിട്ട് ഇത് സംഭവം എലി തിരിച്ചു കൊണ്ടുവച്ച പോലെ ആക്കാം. അപ്പൊ വഴക്ക് കിട്ടില്ല ഡാഡിക്ക്. അത് മതി. ഉറപ്പല്ലേ? ഉറപ്പ്. ഡൺ. അമ്മാവനും അനന്തരവനും ഇവിടെ സംസാരം തുടങ്ങിയിട്ട് കൊറേ നേരം ആയത് എന്താ? ഞങ്ങളിങ്ങനെ കുറെ കാര്യങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് തക്കുടുവാവയ്ക്ക് പോലീസിൽ പോണം. ആഹാ, കൊള്ളാലോ. എടാ, നിന്റെ അച്ഛൻ ആഗ്രഹിച്ചതും അതാണ്. നമ്മുടെ തലമുറകളിൽ എന്നും ഒരു പോലീസുകാരൻ ഉണ്ടാകണമെന്ന്. അടുത്ത പോലീസാണ് മാമന് ശേഷം മോൻ. ഡൺ. അതെ, ഡാഡി വന്ന് വാങ്ങിച്ചല്ല. ഓ, ഐസ്ക്രീം വാങ്ങിച്ചാ? എല്ലാം വാങ്ങിച്ച. ഐസ്ക്രീം ഒക്കെ ഉണ്ട്. വാ. അല്ലടി, ഇതിന്റെ മേളിൽ ഇരുന്നൊരു പാത്രം അങ്ങ് താഴെ പോയി. നീ ഒരു കമ്പ് കരുതേ. അത് പിന്നെ എടുക്കാം. ആങ്ങളെ പറഞ്ഞ അനുസരിച്ചോടെ നിനക്ക് എടുക്കണം എടുക്കണം. അതെ, പിന്നെ എടുക്കാന്ന്. എടി അത്യാവശ്യം ഇത് അപ്പാപ്പ ചെയ്യണല്ലേ നല്ലത്. ഒരു കമ്പി എടുത്തോ. കഷ്ടമാണ് എന്റെ പണിയിടയ്ക്ക് നിങ്ങൾ ഈ പരിപാടി നടക്കൂല കേട്ടാ. നീ എന്തിനാ ഇപ്പൊ അതെടുക്കാൻ പോയത്? എന്റെ ചൂലെടുത്ത് നമ്മുടെ കയ്യിലാണ് തരേണ്ടത്. മോശമല്ലേ ഇത്? നീ ഇപ്പൊ എന്തിനാ അത് എടുക്കാൻ പോയത്? അതൊരു കരകൗശല വസ്തു കണ്ടപ്പോ എടുക്കാൻ തോന്നിയത്. എന്താ അത്? എന്താ അത്? ഇതാ അലുവ അമ്മാവൻ കൊണ്ടുവന്നത്. അമ്മമ്മ കൊണ്ടുവന്ന അതേ കവറിൽ അതേ അലുവ, അതേ പൈസ. കർത്താവേ, ഈ പൈസയുടെ പേരിലാണ് എന്നെ സംശയിച്ചത്. നീ അന്നേരം നോക്കിയപ്പോ നീ അവിടെ നോക്കില്ലായിരുന്നോ? ഞാൻ നോക്കിയായിരുന്നു. ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ അമ്പാനെ? അല്ല അമ്മേ. അല്ല, എന്നാലും ഇതെങ്ങനെ ഇതിന്റെ അടിയിൽ വന്ന്? വന്ന് ശ്രദ്ധിച്ചു നോക്കാമല്ലോ. അതെ.
എലി കൊണ്ട് തിരിച്ചിട്ടുണ്ടാവും. ഇത് ഏതെലിയമ്മ ഇത്? എന്തായാലും കിട്ടിയല്ലോ. എനിക്കറിഞ്ഞൂടെ ഇങ്ങനെ അലുവയും തിന്നിട്ട് ഇതിരെ ഭദ്രമായിട്ട് കൊണ്ട് മടക്കി വെച്ച എലി ഒരു സാധാരണ എലിയല്ല മോളെ. നീ പറഞ്ഞതുപോലെ ഇതൊരു മനുഷ്യ എലിയാണ്. അതിനെ വെറുതെ വിടാൻ പാടില്ല. ശരി അമ്മേ. ആ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കോ? എലി അലുവ തിന്നുന്നു, എന്നിട്ട് അത് കവറിലാക്കുന്നു, എന്നിട്ട് അത് വേറെ കവറിന്റെ ഉള്ളിലാക്കിയിട്ട് പൈസ സൂക്ഷിച്ച് എടുത്തുകൊണ്ട് പോയ പൈസയും കൊണ്ടുവച്ചേക്കുന്ന അച്ചടക്കമുള്ള എലി. ഈ എലീനെ അങ്ങനെ വെറുതെ വിടാൻ പാടില്ല. കയ്യും കാലും തല്ലി ഒടിച്ച് പെരക്കാത്. അതെന്തിനാ അമ്മേ? പാവ എലികളല്ലേ, അത് വിട്ടുകളാ. അതിന് കൂട്ടു നിൽക്കാൻ ഒരു പൂച്ചയും